നിങ്ങൾ നിങ്ങളുടെ പൈതൃകത്തെ, നിങ്ങളുടെ പാരമ്പര്യത്തെ, നിങ്ങളുടെ തനിമയെ, നിങ്ങളുടെ സ്വത്വത്തെ മനസ്സിലാക്കുക. ഇപ്പോ ഏപ്രിൽ മാസം പകുതി തൊട്ട് ഗീവറീസ് ഏതാണ്ട് പെരുന്നാള് സുറിയാനി സഭയുടെ പള്ളികളിലെല്ലാം സുറിയാനി സഭയുടെ വിശുദ്ധനായതുകൊണ്ടാണ് സുറിയാനിക്കാരത് ആചരിക്കുന്നത്. വിദേശത്തുനിന്നൊന്നും വേണ്ട, വിദേശത്തു നിന്ന് ആരും വരണ്ട എന്ന് പറയുന്ന ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പണ്ണാരത്തിൽ പൈസ വീഴുന്നു എന്ന് കാണുന്ന ഒരൊറ്റ കാരണം കൊണ്ട് വ്യാപകമായിട്ട് ഗീവറീസ് ഏതാണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. പൗലുസ്ലിയ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ പറ്റി ഫിലിപ്പിയക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, എന്തു വിധാനയുമായിട്ട് ചിലർ പിണക്കം കൊണ്ടും, ചിലർ അസൂയ കൊണ്ടും, ചിലർ വാശി കൊണ്ടും, വേറെ ചിലർ ഉദരം നിമിത്തവും സുവിശേഷം പ്രസംഗിക്കുന്നു. 4 കാരണം പൗലുസ്ലിയ പറയാ. ചിലര് സുവിശേഷം പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാ? വാശി കൊണ്ടാണ്. വേറെ ചിലരുടെ അസൂയ ഉണ്ട്, അവൻ പ്രസംഗിക്കുന്നു എന്നാ ഞാനും പ്രസംഗിക്കും. വേറെ ചിലരുടെ പിണക്കം കൊണ്ട് എന്തിനാ സുവിശേഷം പ്രസംഗിച്ചെന്ന് എനിക്കറിയില്ല. പൗലുസ്ലിയ പറയാ, ചിലർ പിണക്കം നിമിത്തം പ്രസംഗിക്കും. വേറെ ചില വിദ്വാൻമാർ ഉദരം നിമിത്തം പ്രസംഗിക്കുന്നു. എന്നിട്ട് പൗലുസ്ലിയ പറയാം, ഏത് വിധനയുമായിട്ട് ക്രിസ്തു ആണല്ലോ പ്രസംഗിക്കപ്പെടുന്ന, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഗീവറീസ് ഏതാണ് പെരുന്നാളല്ലേ, നടക്കട്ടെ, ഏത് കാരണത്താലായാലും. അപ്പൊ അങ്ങനെയാണ്. നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങളുടെ പാരമ്പര്യം എന്താണ്, നിങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യം എന്താണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും നിങ്ങളുടെ തീരുമാനശേഷിയെയും ഒക്കെ വിലയ്ക്ക് വാങ്ങി നിങ്ങളുടെ കൈകളിൽ വിലങ്ങിട്ട് നിങ്ങളെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പൊ അന്ത്യോക്യയിലെ സിംഹാസനത്തിന്റെ പിന്തുടർച്ചയിൽ വിശ്വസിക്കുന്ന, ആ ശ്ലൈഹികമായ അനുഗ്രഹങ്ങളിൽ വിശ്വസിക്കുന്ന യാക്കോബായക്കാരെ വ്യാപകമായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വിളിക്കുന്ന അടിമകളെന്നാണ്. എനിക്കത് കേൾക്കുമ്പോൾ ചിരിയാണ്. സത്യത്തിൽ ഈ പാവങ്ങളല്ലേ അടിമകള്? നിങ്ങൾ മെത്രാൻ ഭരണത്തിന്റെ അടിമകളാണ്. നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. നിങ്ങൾ അങ്ങേയറ്റം അടിമകളാണ്. അടിമത്തത്തിന്റെ കീഴിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാവോ, ഈ കാതോലിക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള, പിന്നെ എന്തോ ഒരു കോടതി ഭൂട്ടാനിലും ബർമയിലും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇന്ത്യയുടെ കാതോലിക്കയ്ക്ക് ഇന്ത്യക്ക് പുറത്ത് ജൂറിസ്ഡിക്ഷൻ ഇല്ല. 934 ഭരണഘടനയ്ക്ക് ഇന്ത്യക്ക് പുറത്ത് വാലിഡിറ്റിയും ഇല്ല. 934 ആ വിരിച്ച ചിറകിന്റെ കീഴിലാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള സഭയൊന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടേതല്ല. അതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇന്ത്യക്ക് പുറത്ത് എങ്ങനെയാണ് സഭ വരുന്നത്? ഇന്ത്യയിലാണ് ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. ഇന്ത്യക്ക് പുറത്ത് 34 ഭരണഘടനയ്ക്ക് യാതൊരു വാലിഡിറ്റിയും ഇല്ല. അത് യാഥാർത്ഥ്യമാണ്. എന്തിനാണ് ഇപ്പൊ അമേരിക്കയിലെ വിശ്വാസികൾ, അമേരിക്കയിലുള്ള ആളുകൾ സുറിയാനി പാരമ്പര്യത്തിലും സുറിയാനി ദൈവശാസ്ത്രത്തിലും വിശ്വസിക്കുന്ന ആളുകൾ കൂടി വരുന്ന പള്ളി അതെങ്ങനെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്? ഒരിക്കലും ആവില്ല. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത് ഈ താൽക്കാലികമായിട്ട് ഇതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. യാഥാർത്ഥ്യം വിതിൻ ഫ്യൂ മന്ത്സ് എല്ലാവരും മനസ്സിലാക്കും. അത് വരത്തേക്കേ ഉള്ളൂ ഈ വക തട്ടിപ്പുകളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് സുറിയാനി സഭയാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ സഭ. ആ സഭയുടെ പൈതൃകവും പാരമ്പര്യവും ആരാധനാക്രമവുമാണ്. അതിനെ അപഹരിക്കുകയോ പകർത്തിയെടുക്കുകയോ ചെയ്തിട്ട് ചില നാടകങ്ങൾ ചിലർ താൽക്കാലിക വിജയം സമ്പാദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗീവറീസ് സദായുടെ ഈ പെരുന്നാള് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹദായുടെ പ്രാർത്ഥന എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. വിദേശിയുടെ പ്രാർത്ഥനയും നേർച്ചയും അനുഗ്രഹമാകട്ടെ. വിദേശിയുടെ നാമത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇന്ത്യൻ ഓർത്തഡോക്സുകാരും ആ പെരുന്നാളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതല്ല, വേറെ കൂറും ആത്മാർത്ഥതയും ഒന്നുമില്ല. പൗലുസ്ലിയ പറഞ്ഞ പോലെ എന്തുമാട്ട് ചിലര് പിണക്ക നിമിത്തവും, ചിലര് അസൂയ നിമിത്തവും, ചിലര് ഉദരം നിമിത്തവും ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ ഉദരം നിമിത്തം ബഹുകൃത വേഷം ഭജഗോവിന്ദം എന്ന് പറഞ്ഞതുപോലെ ഉദരം നിമിത്തമുള്ള ബഹുകൃത വേഷം മാത്രമാണ്